ജയ് ഹിന്ദ്. വിരമിച്ച സൈനികൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. മാർച്ച് മാസത്തെ പെൻഷൻ 1 ഏപ്രിൽ 2024 ക്രെഡിറ്റ് ആകുമെന്ന് സ്പർശിൽ നിന്നും മെസ്സേജ് ലഭിച്ചു തുടങ്ങിയിരിക്കുന്നു. വർദ്ധിച്ച DRന്റെ അരിയേഴ്സും മാർച്ച് മാസത്തെ പെൻഷനിൽ വർദ്ധിച്ച DRും ലഭിക്കുമോ? DRന്റെ അരിയേഴ്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഇതിൻ്റെ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിൽ. സ്പർശിലേക്ക് മൈഗ്രേറ്റ് ആയ പെൻഷനേഴ്സിന് ഈ മാസത്തെ പെൻഷൻ 1 ഏപ്രിൽ 2024 ലഭിക്കുമെന്ന് മെസ്സേജ് സ്പർശിൽ നിന്നും ലഭിച്ചു തുടങ്ങിയിരിക്കുന്നു. എന്നാൽ ലഭിച്ച മെസ്സേജിൽ കാണിച്ചിരിക്കുന്ന പെൻഷൻ എമൗണ്ട് 46% DR അനുസരിച്ചുള്ളതാണ്. പെൻഷൻ ക്രെഡിറ്റ് ആകുന്നതിന് ഏകദേശം 10 ദിവസം മുൻപ് ലഭിച്ച മെസ്സേജ് ആയതിനാലും ഓട്ടോ ജനറേറ്റഡ് മെസ്സേജ് ആയതിനാലും പെൻഷൻ ക്രെഡിറ്റ് ആകുമ്പോൾ 50% DR അനുസരിച്ച്, അതായത് വർദ്ധിച്ച 4% DRും കൂടി ഉൾപ്പെട്ട പെൻഷനാകും ലഭിക്കാൻ സാധ്യത. കാരണം മിനിസ്ട്രി ഓഫ് ഫിനാൻസും മിനിസ്ട്രി ഓഫ് പെൻഷൻ ആൻഡ് പെൻഷനേഴ്സ് വെൽഫെയറും അടുത്ത പെൻഷനിൽ 50% DR അനുസരിച്ച് നൽകണമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. ഇനി നമുക്ക് DR 4% വർദ്ധിക്കുമ്പോൾ നമുക്ക് ബേസിക് പെൻഷനിൽ എത്ര രൂപയുടെ വർധനവുണ്ടാകുമെന്ന് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നോക്കാം. സ്ക്രീനിൽ കാണുന്നത് ശിപ്പായി 17 വർഷം സർവീസുള്ള ശിപ്പായിയുടെ എക്സ് ഗ്രൂപ്പിലും വൈ ഗ്രൂപ്പിലുമുള്ള ബേസിക് പെൻഷനും 4% DR വർദ്ധിക്കുമ്പോൾ ലഭിക്കുന്ന ബേസിക് പെൻഷനും 2 മാസത്തെ അരിയേഴ്സും എത്രയെന്ന് കാണിച്ചിരിക്കുന്നു. അതേപോലെ 15 വർഷമുള്ള നായിക്കിൻ്റെയും 24 വർഷമുള്ള നായിക്കിൻ്റെയും എക്സ് ഗ്രൂപ്പിലെയും വൈ ഗ്രൂപ്പിലെയും ഇവിടെ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ 26 വർഷം സർവീസുള്ള ഹവൽദാറിൻ്റെയും ഇവിടെ നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ DR കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഈ 4% DR ഒരു മാസത്തത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ ബേസിക് പെൻഷൻ ഇൻറ്റു 0.04, അതായത് നമ്മുടെ ബേസിക് പെൻഷനെ 0.04 കൊണ്ട് ഗുണിക്കുമ്പോൾ ലഭിക്കുന്ന ആൻസറാണ് നമ്മുടെ 4% DR ഒരു മാസത്തേത്. 2 മാസത്തെ അരിയേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ ബേസിക് പെൻഷൻ ഇൻറ്റു 0.08, 3 മാസത്തെ അരിയേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ ബേസിക് പെൻഷൻ ഇൻറ്റു 0.12. അപ്പോൾ ലഭിക്കുന്ന ഉത്തരമാണ് 3 മാസത്തെ ടോട്ടൽ അരിയേഴ്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ജയ് ഹിന്ദ്, വന്ദേ മാതരം.